ഇനി ഇത് പരിണാമപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അതിജീവനത്തിന്റെ ഭാഗമായിരുന്നു. എങ്ങനെയാണ് ഈ അതിജീവനത്തിന്റെ ഭാഗമാവുന്നത്? അതായത് മനുഷ്യന്റെ ബ്രെയിന് അനാവശ്യമായ കാര്യങ്ങളിലേക്ക് എനർജി യൂട്ടിലൈസ് ചെയ്യാതെ ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അതിജീവിച്ച് പോവുക. അതായത് ഒരിക്കലും നടക്കില്ല എന്ന് ഉറപ്പുള്ള കാര്യത്തിന് വേണ്ടി വെറുതെ പരിശ്രമിച്ച് നേരം കളയാനോ അല്ലെങ്കിൽ എനർജി വേസ്റ്റ് ചെയ്യാണ്ട് ട്രൈ ചെയ്താൽ നടക്കും, പരിശ്രമിച്ചാൽ ചെയ്യാൻ പറ്റുമെന്ന കാര്യത്തിലേക്ക് നമ്മുടെ എനർജി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് പരിണാമപരമായിട്ട് ഈ കഴിവ് നമ്മളിൽ ഉടലെടുത്ത് വന്നത്. ഇനി ഒരു ദിവസം ഈ ചെങ്ങല പൊട്ടി എന്ന് വിചാരിക്കട്ടെ. അതായത് ആന വലിച്ചു കഴിഞ്ഞപ്പോൾ ഈ ചെങ്ങല പൊട്ടി. അപ്പോൾ പിന്നീട് ആനയെ തളച്ച് ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആനയ്ക്ക് മനസ്സിലായി കഴിഞ്ഞു ഇത് വലിച്ചു കഴിഞ്ഞാൽ പൊട്ടുന്ന ബലമേ ഉള്ളൂ എന്നുള്ള കാര്യം ആനയ്ക്ക് മനസ്സിലായി കഴിഞ്ഞു. കിട്ടുണ്ണിയുടെ ജീവിതത്തിലും എന്ത് സംഭവിച്ചത്? അദ്ദേഹം ഫ്രസ്ട്രേറ്റഡായി അടിച്ചമർത്തപ്പെട്ട് ജീവിച്ചിരുന്നു. ആ സമയത്താണ് ലോട്ടറി അടിക്കുന്നത്. പ്രതീക്ഷയുടെ ഒരു വശം ജീവിതത്തിൽ തെളിഞ്ഞു വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത സന്തോഷമായി. പിന്നെ അവിടെ തളച്ചിടാൻ പറ്റില്ല. കാരണം എന്താ? ഇത് ചെങ്ങല പൊട്ടിച്ചു പോകുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കിട്ടുണ്ണി ലോട്ടറി അടിച്ച സന്തോഷത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതും ആ പോകുന്ന പോക്കിൽ ജഡ്ജി അദ്ദേഹത്തെ 4 തെറി വിളിച്ചിട്ടാണ് അദ്ദേഹം ഇറങ്ങി പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രതിഭാസത്തെ അല്ലെങ്കിൽ ഈ ഒരു സൈക്കോളജിക്കൽ ഫാക്ടിന് പറയുന്ന പേരാണ് കെതാസിസ്.